الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم رحمة وأولئك هم المهتدون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും നാഥനും ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിനിധിയായിട്ടാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് ജീവിതത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജീവിതത്തിന് ആവശ്യമായ ഭൗതികവും അല്ലാത്തതുമായ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹി. കാലാകാലങ്ങളിൽ ഇവിടെ ജീവിക്കാം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അനന്തമായ ജീവപ്രയാണത്തിൻ്റെ ആദ്യപാദം എന്നുള്ള നിലയ്ക്ക് ഒരു താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നു. ആ ഒരുക്കിയ സംവിധാനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവൻ്റെ പ്രതിനിധിയായി അവൻ്റെ സാക്ഷി നിൽക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ അവൻ്റെ കാരുണ്യങ്ങൾ ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമയെ സംബന്ധിച്ച് പരസ്പരം പറയണം, ലോകത്തോട് പറയണം എന്നതാണ് ഓരോ അടിമയ്ക്കും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടി. അത് മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി പ്രകാശനം മാത്രമാണ്. അപ്പം നന്ദി കാണിക്കണം. അപ്പം നന്ദി കാണിക്കാൻ അല്ലാഹു തആലയെ ഓർക്കുകയും നന്ദികേട് കാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ ഒരു ബാധ്യതയാണ് എന്ന് അല്ലാഹു തആല പറയാം. എല്ലാം അല്ലാഹുവിൻ്റെതാണ്, മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അപ്പം അതെടുത്ത് അനുഭവിക്കുമ്പോൾ
നമുക്കുള്ളത് എന്ന് നാം വിചാരിക്കുന്ന സംഗതികൾ, ആരോഗ്യമായാലും വിജ്ഞാനമായാലും ധനമായാലും സംവിധാനങ്ങളായാലും അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും വേണം. എന്നിട്ട് അതിന് നന്ദി കാണിക്കുകയും വേണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ അതാണ്. തശഹ്ഹുദ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കലാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ഏകനായ അള്ളാഹുവാണ് അവൻ. ആരാധനയ്ക്ക് അർഹനായി അവൻ മാത്രമില്ല. അവനല്ലാതെ മറ്റാരുമില്ല, അവൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു സത്യം ഞാൻ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഉറക്ക പ്രഖ്യാപനമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, കൽബുകളിൽ ഉറപ്പിച്ച്, മനസ്സിൽ ഉറപ്പിച്ച്, നാവ് കൊണ്ട് വെളിവാക്കി പറയലാകുന്നു എന്നൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കാറുണ്ട്. അപ്പം ഇത് നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു നിയോഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒരു സംഗതിയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വഴി ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഇത് എടുത്തെടുത്ത് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മനസ്സിലാക്കിയിട്ട് മനസ്സിന് ബോധം വരണം. ആ ബോധത്തിൽ നിന്നുകൊണ്ടാവണം അവൻ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അപ്പൊ മനുഷ്യൻ ഈ മറന്നുപോകുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ അവന് അതിനെ സംബന്ധിച്ചൊരു ശരിയായ തരത്തിലുള്ള ഒരു ജ്ഞാനവും ബോധവും ദൃഢബോധ്യവും ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നത് അവന് വേണ്ടി തന്നെയാണ് എന്നാണ്. അവൻ ശക്കറ ഇന്നമ യഷ്കുറു നഫ്സി. ആരെങ്കിലും നന്ദി കാണിക്കുകയാണെങ്കിൽ അത് അവന് വേണ്ടി തന്നെയാണ് ആ നന്ദി കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആവശ്യമില്ല. മനുഷ്യൻ നന്ദി കാണിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ ഔന്നത്യം ഉയരുകയോ നന്ദി കാണിക്കാതിരുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ഔന്നത്യം താഴ്ന്നു പോവുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചും മറ്റെല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും പരാശ്രയം ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഗനിയാണ്, ഹമീദാണ് എന്ന് പല സ്ഥലത്തും പറഞ്ഞു. നല്ല രസകരമായ ഒരു കഥയിലൂടെ ഈ നന്ദി കാണിക്കുന്നതിന്റെ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവതരിപ്പിക്കുന്നത് സുലൈമാൻ നബിയുടെ കഥയിലൂടെ. രാജാവായ ചക്രവർത്തിയായ പ്രവാചകനായിരുന്നു സുലൈമാൻ നബി. ഒരുപാട് പ്രവാചകന്മാർ വന്നതിൽ 2-3 ആളുകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ട്. ദാവൂദ് നബി, സുലൈമാൻ നബി, യൂസുഫ് നബി മാത്രമാണ് ഈ ഭരണാധികാരികളായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായി എങ്കിലും ഒരു സാധാരണ നിലയിൽ നിന്ന് സാധാരണക്കാരനായി ജീവിച്ച് വന്ന് ശേഷിക്കുന്ന വളരെ കുറഞ്ഞ കാലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ദാവൂദ് നബിയും സാധാരണക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം പട്ടാളത്തിൽ ചേർന്നു. അതിന് പട്ടാളത്തിന്റെ മേധാവിയായി. പിന്നെ അദ്ദേഹം രാജാവായി 39 കൊല്ലം ഭരിച്ചു. വായിൽ വെള്ളിക്കരണ്ടിയുമായി സ്വർണ്ണത്തൊട്ടിലിൽ ജനിച്ചു വീണതാണ് സുലൈമാൻ നബി. സാധാരണ ഒരു പ്രയോഗം നടത്താറുണ്ട്. സുലൈമാൻ നബി ഏതാണ്ട് 40-40 കൊല്ലം ഭരണം നടത്തിയിട്ടുണ്ടായി. യൂസുഫ് നബി ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഈജിപ്തിലെ ഭരണാധികാരിയായത് എന്ന് നമുക്കറിയാം. അപ്പൊ ഒരാളാണ് യഥാർത്ഥത്തിൽ രാജാവിന്റെ മകനായി ജനിച്ച് രാജാവായി വളർന്ന് രാജാവായി പ്രവാചകനായി രാജാവായി നിലനിൽക്കുകയും മരിച്ചു പോയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, മറ്റു പല പ്രവാചകന്മാർക്കും നൽകാത്ത കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് നൽകി. കാരണം സുലൈമാൻ നബി പറയുന്ന ദിക്കിലേക്ക് കാറ്റടിക്കുമായിരുന്നു. നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ ഒരു അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അത് ആഗോള സാമ്പത്തിക കൺട്രോൾ, അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണത്തിന് സുലൈമാൻ നബി ഉപയോഗിക്കാൻ സാധിച്ചു. യമനിൽ നിന്ന് ചരക്ക് അങ്ങോട്ട് പോവുക, പലസ്തീനിൽ നിന്ന് സിറിയയിലേക്ക് പോവുക. പലസ്തീൻ കേന്ദ്രമായി ഭരിക്കുന്ന സുലൈമാൻ നബി ഈ 2 കമ്പോളങ്ങളിലും സ്വാധീനം ചെലുത്തിയിരുന്നു. സാധാരണ നിലയിൽ ആളുകൾ കപ്പലുമായി ചരക്കുകൾ ഇങ്ങോട്ട് വരുമ്പോൾ സുലൈമാന്റെ കപ്പൽ അങ്ങോട്ടാ പോകാം. സുലൈമാൻ കാറ്റ് അങ്ങോട്ടടിക്കാൻ പറഞ്ഞാൽ അവരുടെ കപ്പൽ വളരെ വേഗം പോകുന്നു. ഇങ്ങോട്ട് എതിരെ വരുന്നവർ വളരെ കഷ്ടപ്പെട്ടേ എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ സുലൈമാൻ നബിക്ക് അന്നത്തെ ലോക കമ്പോളം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരു പകൽ കൊണ്ട് ഒരു രാത്രി കൊണ്ടൊക്കെ പോകാവുന്ന, ഒരു മാസം കൊണ്ട് യാത്രയാവുന്ന ദൂരം ഒരു പ്രഭാതം കൊണ്ട് താണ്ടി തീർക്കുന്നു ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ സുലൈമാൻ നബിക്ക് ഒരുപാട് വിധ കഴിവുള്ള ആ സന്ദർഭത്തിലാണ് യമനിലെ ഷീബ രാജ്യത്തിലെ ബിൽഖീസ് രാജ്ഞിയെ സംബന്ധിച്ച് വിവരം കിട്ടുന്നതും അവര് ഒരു ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതും അവരൊരു പാരിതോഷികം കൊടുത്തേക്കുന്നതും അത് സുലൈമാൻ നബി വേണ്ടെന്ന് പറഞ്ഞേക്കുന്നതും അവസാനം സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പട്ടാളവുമായിട്ട് വരുമെന്ന് പറഞ്ഞ ഒരു സന്ദേശം സുലൈമാൻ നബി കൈമാറുന്നു. അവരവിടെ വരാൻ തീരുമാനിച്ചു. ഈ വിവരം കിട്ടിയ സുലൈമാൻ നബി പറഞ്ഞു, അവളിവിടെ എത്തുന്നതിന് മുമ്പേ അവളുടെ സിംഹാസനം ആരാണ് ഇവിടെ കൊണ്ടുവരാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോ ജിന്നുകളെയൊക്കെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോ അതിൽ എഴുഫിരിച്ചുമിനൽ ജിന്നി, ഒരു മല്ലനായ ജിന്നിൽപ്പെട്ടതെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ താങ്കൾ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടെത്തിക്കാം.
ഇപ്പൊ ഗ്രന്ഥത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ച മറ്റൊരാൾ പറഞ്ഞു വേണ്ട, കണ്ണടച്ച് തുറക്കുന്നത് ഇവിടെ കൊണ്ടെത്തിക്കാം. എന്തായിരുന്നാലും സുലൈമാൻ അതാരാണെന്നുള്ളതിൽ പണ്ഡിതന്മാരെ വേണ്ടി തർക്കമുണ്ട്. നമുക്ക് തർക്കമില്ല, നമ്മൾ തർക്കമില്ലാത്ത വശത്തോടെ പോകാം. അതായത് സുലൈമാൻ നബിയുടെ ആ സാധനം എത്തി എന്നുള്ളതാണ്, സിംഹാസനം എത്തി എന്നുള്ളതാണ്. ഒരു സ്ഥലത്തുള്ള ഒരു മാറ്ററിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഒരു മാറ്ററായിട്ട് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ആധുനിക ശാസ്ത്രം വളരെ ലഘുവായി താത്വികമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ ഇരിക്കുന്ന ഇതിനെ ഒരു പ്രകാശ വേഗതയിൽ പായിപ്പിച്ചു കഴിഞ്ഞാൽ അത് സാൻ ഫ്രാൻസിസ്കോയിൽ ഇതേപോലെ തന്നെ ആക്കാൻ ഒരു വളരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. താത്വികമായി അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് ഏത് വർഷം എന്നറിയാം? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് യമനിലെ ഷീബയിലെ രാജ്ഞിയുടെ സിംഹാസനം ഞൊടിയുടെ കൊണ്ട് പലസ്തീനിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി. ഇന്നും ആധുനിക ശാസ്ത്രം പൂർണ്ണമായും പ്രയോഗവൽക്കരിച്ചിട്ടില്ലാത്ത ഒരു വലിയ തത്വം യഥാർത്ഥത്തിൽ അതിനകത്തുണ്ട്. അത് കണ്ടപ്പോൾ സുലൈമാൻ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നുള്ളതാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. നമ്മൾ സാധാരണ കാറിലും ഹോട്ടലിലും മീൻചന്തയിലും ഒക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും ഹാദാ മിൻ ഫളി റബ്ബി. നമുക്ക് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ എഴുതി വെക്കും. കടയിലൊക്കെ വലിയ ബോർഡിന് ചില്ലിട്ട് വെച്ച് ഹാദാ മിൻ ഫളി റബ്ബി. ലോറിയിൽ കാണാം ഹാദാ മിൻ ഫളി റബ്ബി. അതുപോലെ തന്നെ പല പല സന്ദർഭത്തിലും ഹാദാ മിൻ ഫളി റബ്ബി. അർത്ഥം അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണോ അറിയാതെ എഴുതുന്നതാണോ, ഇനി ഇതിന്റെ കച്ചവടക്കാർ കൊടുത്തേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല രസമാണ്, അതങ്ങ് വാങ്ങി വെക്കുന്നതാവാം. പക്ഷെ അതില് ഒരു ബാക്കി പത്രം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ലിയബ്ലുവനി, ഈ അനുഗ്രഹം എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അത് നമ്മളാരും സമ്മതിക്കില്ല. ഹാദാ മിൻ ഫളി റബ്ബി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് വേണമെങ്കിൽ എന്റെ മുന്നിൽ ചന്ദ്രത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുമെന്നെങ്കിലും ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഷ്കുറു അം അക്ഫുർ, ഇത് രക്ഷിതാവിന്റെ അനുഗ്രഹമാണെന്നുള്ള നിലയിൽ ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതെ ഞാൻ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകപ്പെടുന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്കൊരു പരീക്ഷണമായിട്ട് മാത്രമാണ് നൽകുന്നത്. നമ്മുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളതല്ല. അതൊക്കെ യുവഫൂന ഉജൂറഹും യൗമൽ ഖിയാമ. പ്രവർത്തനമെല്ലാം പൂർത്തീകരിക്കുന്നത്, അതിന് പ്രതിഫലം തരുന്നത് ഖിയാമ നാളിലാണ്. ഇവിടെ അള്ളാഹു അവന്റെ യുക്തി അനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർക്കും സപ്ലൈ ചെയ്യുന്നതാണ്. എന്നിട്ട് സുലൈമാനോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാന്റെ ഭാഷയിൽ തന്നെ പറയാണ്, വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. ആരെങ്കിലും നന്ദി കാണിച്ചാൽ അതിന്റെ ആ നന്മ അവന് തന്നെയാണ്. ആരെങ്കിലും നന്ദികേട് കാണിച്ച അസത്യം ആണ് പിന്തുടരുന്നതെങ്കിൽ, എനിക്കൊരു സാധനം വേറൊരാൾ തന്നു പക്ഷെ ഞാനത് എടുത്തു വെച്ചിട്ട് എന്റേതാണെന്ന് പറഞ്ഞ് നെഞ്ചിനെരി നടന്നാൽ അത് അസത്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, മഹത്വമുടയവനും പരാശ്രയരഹിതനുമാണ് എന്റെ രക്ഷിതാവ് എന്ന് നീ പറഞ്ഞു നോക്കുക. ഇത് സുലൈമാൻ നബിയുടെ ജീവിതത്തെ ചിത്രീകരിച്ചുകൊണ്ട് അതിബൃഹത്തായ കാരുണ്യം ലഭ്യമായ ഒരു മഹാനായ പ്രവാചകന്റെ ജീവിതം മുൻനിർത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ അധികാരങ്ങളുള്ള ചക്രവർത്തി, ആഗോള ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു സുലൈമാൻ നബി. സുലൈമാൻ നബി വളരെ വിനയാനന്ദനായി പറഞ്ഞു, ഇതെന്റെ രക്ഷിതാവ് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതാണ്. ഈ കഴിവ് ആ സിംഹാസനം ഇവിടെ എത്തിച്ചത് അതൊരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷേ അതെന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്. നന്ദി കാണിക്കുമോ അല്ലെങ്കിൽ നന്ദിയോട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ വേറെ വൈയക്തികമായ തലത്തിൽ വ്യക്തികൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ചിലത് എടുത്തു പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ വിട്ട് ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു തന്നത് ഒരു അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലിതഅലമൂ ലാ തഅലമൂന ശൈഅ, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഒന്നും അറിയാത്ത നിലയിൽ വജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. അതായത് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഹൃദയം തന്നെന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിയും കഴിവൊക്കെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റീസ് ഒക്കെ തന്നത് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. ഈ സൃഷ്ടാവിനെ രക്ഷിതാവിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് നല്ല ആഹാരം നാം തരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ അതിന്റെ യജമാനനെ ഓർക്കാനും എന്നിട്ട് നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. ഇനി വേറൊരു സംഗതി പറയാണ്, സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ആ സമുദ്രത്തിൽ നിങ്ങൾ പുതുമാംസം എടുത്ത് ഭക്ഷിക്കുന്നുണ്ട്.
മത്സ്യവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ തന്നെ അറിയുന്ന സംഗതിയാണ്. മത്സ്യത്തിന്റെ രുചി, വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യങ്ങൾ, അതിന്റെ രുചി, അതില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം. ഇറച്ചി ആയതിൽ അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ മത്സ്യത്തെ പ്രത്യേകം വിളിച്ച് പറയുന്നു, ലഹ്മൻ ത്വരിയ്യൻ. കടൽ മത്സ്യങ്ങൾ, കടലിറച്ചിയുള്ള എല്ലാ സംഗതികളും, കടയിലുള്ളതിനേക്കാൾ പ്രത്യേകമായ മനുഷ്യന് രുചികരമായ ആസ്വാദനം നൽകുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ യൽബസൂനഹ, അതിനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളായി, അതായത് മുത്തും പവിഴവും പോലെയുള്ള സംഗതികൾ നിങ്ങൾക്ക് ആഭരണങ്ങളാക്കാനുള്ള ഒരുപാട് സംഗതികൾ കടലിൽ നിങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. പിന്നെന്തോ തറൽ ഫുൽക്ക, നിങ്ങൾ കാണുന്നില്ലേ കപ്പലുകളെ, മവാഹിറഫിഹി, അതിങ്ങനെ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് കപ്പൽ പോകുന്നു. തബ്തഗൂമിൻ ഫളലിഹി, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം തേടാൻ വേണ്ടി നിങ്ങൾക്ക് പോകാൻ, യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നാം നൽകിയിരിക്കുന്നു. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കണം എന്ന് പറയുമ്പോ നന്ദി കേട് കാണിച്ചാല് പഠിച്ചൻ പിടിക്കുമെന്നും അല്ലാഹു തആല പല സ്ഥലത്തും നമ്മളെ അറിയിക്കുന്നുണ്ട്. നന്ദി കാണിക്കുന്നത് മനുഷ്യന്റെ ആവശ്യത്തിന് തന്നെയാണ്. പക്ഷെ നന്ദി കേട് കാണിച്ചാൽ ശിക്ഷ അനുഭവിക്കും. വൈൻ ഗഫർതും ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. ഇതൊക്കെ നാം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ എന്തെങ്കിലും ഉയർച്ചയ്ക്ക് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ അല്ല ഇത് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരുടെയും ആശ്രയം ഈ രാജതമ്പുരാനായ നമുക്ക് ഇല്ല, വേണ്ടതില്ല എന്ന് പറയും. വൈൻ ശകർത്തും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഏറല്ലാഹുലക്കും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൃപ്തിപ്പെടും. നന്ദി കാണിച്ചവന് അതിന്റെ പ്രയോജനം ഉണ്ടാവും, നന്ദി കേട് കാണിച്ചവന് അതിന്റെ പ്രതിഫലവും യഥാർത്ഥത്തിൽ ഉണ്ടാവും. വലാത്ത സിറവാസിറത്തും വിസ്റ ഉഖ്റ, ഭാരം ചുമക്കുന്ന ഒരുത്തിനും മറ്റൊരാളിന്റെ ഭാരം ചുമക്കില്ല. നന്ദികേട് പാപഭാരം ചുമക്കുന്നതിന് സമമാണ്. ഒരുത്തന്റെ ഭാരം മറ്റൊരു താങ്ങാൻ പറ്റില്ല. അത് ഓരോരുത്തരും തന്നെ അവന്റെ നന്ദികേടിന്റെ പാപഭാരം ചുമക്കേണ്ടതുണ്ട്. തുമ്മയിലാ റബ്ബിക്കും മർജിഉക്കും ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് രക്ഷിതാവിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് നാം തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വികാരങ്ങൾ, ഹൃദയസത്ത അറിയുന്നവനാണ്, ഹൃദയത്തിലുള്ളത് അറിയുന്നതാണ്. ഹൃദയദാത്തി സുദൂർ, ഹൃദയത്തിന്റെ സത്ത എന്ന് പറഞ്ഞാൽ എല്ലാ മനോ വികാര വിചാര ചിന്ത ആശ ആശയ ഭാഷ പ്രാർത്ഥന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നതാണ്. വലാ യർദാ ലിഇബാദിഹിൽ കുഫർ, അതിന്റെ ഇടയിലൂടെ പറഞ്ഞാണ്. അതായത് അവന്റെ അടിമ നന്ദികേട് കാണിക്കുന്നത് അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്നും പഠിപ്പിക്കുന്നുണ്ട്. വത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ, അതാണ് ഈ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. വത്തഖുല്ലാഹ്, തഖ്വ എന്ന് പറയുന്നത് നന്ദി കാണിക്കുന്നതിന്റെ രൂപമാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാകുക. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. അപ്പൊ തഖ്വ ഉണ്ടാവുമെങ്കിലേ നന്ദിയുള്ളവരാവാൻ കഴിയൂ എന്ന് പഠിപ്പിക്കണം. അപ്പൊ ഇല്ലാത്തതിൽ നന്ദി ഉണ്ടാവില്ല, നന്ദി പ്രകടിപ്പിക്കാൻ കഴിയില്ല. വഇദ് തഅല്ലന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ ഗഫർതും ഇന്ന അദാബി ലശദീദ്. വേറൊരു പ്രഖ്യാപനം നിന്റെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ? നിങ്ങൾ ആരെങ്കിലും നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. കിട്ടിയത് അള്ളാഹുവിൻ്റെതാണെന്ന് പറയാ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് ചെലവഴിക്കുക. അങ്ങനെ വരുമ്പോ ലഅസീദന്നകും, അത് കുറഞ്ഞു എന്നുള്ളതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിത്തരുമെന്നാണ്. ഇനി നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അതും കൂടെ ഓർത്തോളാം, എന്റെ ശിക്ഷ കഠോരമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ആരെയും ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാകാരുണ്യവാൻ ഈ പാവപ്പെട്ട ഏഴകളായ നിസ്സഹായരായ കഴിവില്ലാത്ത നമ്മളെ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റുള്ളതിനെ ശിക്ഷിച്ചിട്ട് അള്ളാഹ് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. പടച്ചോന് നമ്മളെ സമമല്ല. അതായത് എതിരാളികളോടാണല്ലോ മല്ലടിക്കേണ്ടത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾ, അവൻ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞേക്കുമ്പോൾ ഇങ്ങോട്ട് വരും, അവൻ വിളിക്കുമ്പോൾ പോകും. ഇങ്ങനെയുള്ള ഈ ഏഴകളായ മനുഷ്യനെ ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാ?
പക്ഷെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നുപോയി. വേണമെങ്കിൽ സ്വീകരിക്കാനും വേണമെങ്കിൽ നിരാകരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നുപോയി. സ്വീകരിക്കുമ്പോൾ അതിന്റെ ചില ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചു നിൽക്കേണ്ടി വരും. നിരാകരിക്കുമ്പോൾ അതിൻ്റെതായ മറ്റു ചില പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. പക്ഷേ സ്വീകരിച്ചവന് ഉടനെ രക്ഷപ്പെടുത്തുക, നിരാകരിച്ചവൻ ഉടനെ നശിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാര്യം ഗൗരവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മായ ഫഅലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാനല്ലാഹു ശാകിറൻ അലീമ. അത് നിങ്ങൾ വിശ്വസിക്കുകയും ഇതിലൊക്കെ വിശ്വസിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ് എന്ത് കിട്ടാനാണ്? നല്ല രസകരമായ ഒരു ചോദ്യം. മായ ഫഅലുല്ലാഹു ബിഅദാബികും, നിങ്ങളെ ശിക്ഷിച്ചിട്ട് പടച്ചോനെന്ത് നേടാനാ? ഇൻ ശക്കർതും വആമൻതും, നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ വകാനല്ലാഹു ശാകിറൻ അലീമ, അള്ളാഹു നിങ്ങളെക്കാൾ വളരെ നന്ദിയുള്ളവനാണ്. ആരെങ്കിലും എനിക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെതാണ് എന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്താൽ അള്ളാഹ് നന്ദിയോടെ സ്വീകരിക്കുന്ന, വളരെ നന്ദിയുണ്ട്. അള്ളാഹ് എന്നെ തന്നതാണ് ഇതൊക്കെ. പക്ഷെ ആ യജമാനത്വം, ആ സംരക്ഷണത്വം, അതുപോലെ തന്നെ ആ രാജാധിപത്യം, ആ ഉടമസ്ഥാവകാശം ഒന്ന് അംഗീകരിക്കുകയാണെങ്കിൽ, അത് സത്യം സ്വീകരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹു താല വളരെ നന്ദിയോടെ സ്വീകരിക്കും. ഇത് അള്ളാഹുവിന്റെ രീതിയാണ്. ആഗോളതലത്തില് കൊമ്പന്മാരും നേതാക്കന്മാരും പണ്ഡിതന്മാരായി നടക്കുന്ന ആളുകൾ ഒന്ന് വിളിച്ചു പോകുന്നപ്പോൾ ഒന്ന് ആലോചിക്കുക. ഈ ലോകം ഏതാണ്ട് ഭൂമി അവരുടെ തലയിന്റെ മുകളിലാണ് ഇരിക്കണമെന്നും. എന്തൊക്കെയാണ് ലോക നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നത്? ലോക നേതാക്കളുടെ ഓരോ നിർവ്വഹണങ്ങൾ, ഓരോ സംഗതികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നാക്ക്, അള്ളാഹ് കൊടുത്ത ബുദ്ധി, അള്ളാഹ് കൊടുത്ത വായു, അള്ളാഹ് കൊടുത്ത വെള്ളം, അള്ളാഹ് കൊടുത്ത സിംഹാസനങ്ങൾ, അള്ളാഹ് കൊടുത്ത അധികാരികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് പടച്ചവനെതിരെ എന്തെല്ലാം പറയുന്നു, പടച്ചവന് വേണ്ടി പറയുന്ന ആളുകളെ ഏതെല്ലാം തരത്തിൽ ചിത്രീകരിക്കുന്നു, എന്തെല്ലാമാണ് ഓരോരുത്തർ പറഞ്ഞു. തികഞ്ഞ ധിക്കാരവും അഹങ്കാരവും മാത്രമാണ് എന്ന് സംശയലേശം തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് അക്കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറഞ്ഞാല് ചെവിക്കൊള്ളാൻ പര്യാപ്തമായ ചെവികളല്ല ഭൂമുഖത്ത് അധികമുള്ളത്. അക്തറിന്നാതില്ലായാലും അധികം ആളുകൾക്കും ഇതിനെ സംബന്ധിച്ച് വിവരമില്ല. അക്തറിന്നാതില്ലായാലും അധികം ആളുകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ബുദ്ധിയുള്ളവരുമല്ല എന്നുള്ളതാണ്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ, നിങ്ങൾ രാവും പകലും നിങ്ങൾക്ക് വെളിച്ചമുള്ളതാക്കി, രാവ് നിങ്ങൾക്ക് ശാന്തിയോടെ ഉറങ്ങുന്നതാക്കി. രാത്രിയില്ലെങ്കിൽ ശാന്തമായി ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്നല്ലാഹ ലദൂ ഫളലിൻ അലന്നാസ് വലാകിന്ന അക്സറന്നാസ് ലാ യശ്കുറൂൻ. അല്ലാഹ് പറയാ, ജനങ്ങളോട്, മുസ്ലിങ്ങളോടല്ല, ജനങ്ങളോട് അല്ലാഹു തആല വളരെയധികം കാരുണ്യമുള്ളവനാണ്. പക്ഷേ വലാകിന്ന അക്സറന്നാസ് ലാ യശ്കുറൂൻ, അധികം ആളുകളും നന്ദി കാണിക്കാത്തവരാണ്. വദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, വദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കാം. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കരുത്. ഇങ്ങനെ നന്ദികേടും നന്ദിയും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിട്ടുണ്ടാവും. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നതാണ്. നന്ദി കാണിച്ച ആളുകൾക്ക് എല്ലാ സൗഭാഗ്യം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവർക്കുണ്ടാവും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, അതായത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഈ ഒരു ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നന്ദി കാണിച്ചു ജീവിക്കുന്നു. അതുകൊണ്ട് യാതൊരു അല്ലലും പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. ജീവിതത്തിന്റെ വ്യവസ്ഥ അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ഇത് പറഞ്ഞു നടക്കുന്ന ആളുകൾ ചിലപ്പോൾ മർദ്ദിക്കപ്പെട്ടേക്കാം, കൊല്ലപ്പെട്ടേക്കാം, ജീവിതം തന്നെ ഇല്ലാതായി പോയേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് കൊല്ലപ്പെട്ടു പോയോ മരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും മരിച്ചുപോയി എന്ന് പോലും നീ പറയരുത്. കാരണം നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതുലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസുഖൂൻ എന്നൊക്കെ പറഞ്ഞ് വേറെ സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ജീവിതത്തിൽ അങ്ങനെയാണ്. ഈ സത്യം, ന്യായം, നീതി, ധർമ്മം മുതലായ സംഗതികൾ നടപ്പാക്കാൻ ആർജവം കിട്ടുന്നതിന് മനുഷ്യന് പരീക്ഷണങ്ങളുടെ
തീച്ചുള്ളയിലൂടെ ഇട്ട് വാർത്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പ്രയാസം വരുമ്പോൾ, വേദന വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, അതുപോലെ അപമാനം വരുമ്പോൾ ബേജാറായി പോകേണ്ടതില്ല. ഇത് നമ്മുടെ വ്യവസ്ഥയുടെ ഭാഗമാണ്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. വളരെ ഹൃദയസ്പർദ്ധായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പസ്വല്പം പേടിയില്ലാത്ത മനുഷ്യന്മാരില്ല. രാവിനെ പേടിയുണ്ടാവും, ടാക്സിക്കാരനെ പേടിയുണ്ടാവും, പോലീസിനെ പേടിയുണ്ടാവും, പാമ്പിനെ പേടിയുണ്ടാവും, മക്കളെ പേടിയുണ്ടാവും, ആപ്പയെ പേടിയുണ്ടാവും, എല്ലാ തരത്തിലുള്ള പേടിയാണ്. ആ പേടികൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അഭയം പ്രാപിച്ചുകൊള്ളാനാണ് പറയുന്നത്. ശരിക്കും പലതരത്തിലുള്ള ഒരു സമ്പത്ത് ഇറക്കിയിട്ട് ഒരു കച്ചവടം നടത്തുമ്പോൾ പേടിയുണ്ടാവും. അതുപോലെ ഒരു വാഹനം റോഡിലേക്ക് ഇറക്കുമ്പോൾ പേടിയുണ്ടാവും. മക്കൾ പുറത്തുപോയ പേടിയുണ്ടാവും. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ഒരു ഉത്കണ്ഠ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു പേടിയില്ലാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കുൽമോലുണ്ടാക്കും, ഇവിടെ അക്രമം ഉണ്ടാക്കും. അപ്പൊ അക്രമം ഉണ്ടാവാതെ മനുഷ്യനെ പിടിച്ചു നിർത്തണമെങ്കിൽ അവന് ചില പ്രശ്നങ്ങൾ ആവശ്യമാണ്. ആ പ്രശ്നങ്ങൾ പേടിയാണ്. അതുപോലെ തന്നെ ചില നഷ്ടമാണ്. ചിലപ്പോ വിശപ്പായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, പട്ടിണിയായിരിക്കും. അതായത് ഷോർട്ടേജ് ഓഫ് പ്രൊവിഷൻ എന്നുണ്ട് സാധാരണ പറയാം. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാതെ എന്ന ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും. അത് പർപ്പസ്ഫുൾ ആയിട്ട് വളരെ കരുതലോടെ വളരെ പ്ലാൻ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നതാണ്, വന്ന് ചാടുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളെ അതുപോലെ തന്നെ ഫലനഷ്ടം, ധനനഷ്ടം, ജീവനഷ്ടം മുതലായൊക്കെ വെച്ചിട്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഇതെല്ലാം അനുഗ്രഹം നൽകുന്ന അതേ രക്ഷിതാവ് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അല്ലദീന ഇസാ അസാബത്തുഹും മുസീബത്തുൻ, അതായത് മാ അസാബ മിൻ മുസീബത്തുൻ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ ഒരു മുസീബത്തും ബാധിക്കില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ് എന്ന് ശരിയായ നിലയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശാന്തത ഉണ്ടാവും. അങ്ങനെ ശാന്തത ലഭിക്കുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വലിയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي لنا كما اثنيت نفسه لك الحمد والقدر. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. أيها الأخوة الأحباء أوصيكم وإياي بتقوى. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിജയത്തിൽ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങളോട് ചെയ്യുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാരുണ്യങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. ഈ കാരുണ്യം നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരീക്ഷണാർത്ഥം നമുക്ക് ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതും കാരുണ്യത്തിന്റെ മറ്റൊരു രൂപമാണ്. അവ ഒരു അടിമയെ പരലോകത്ത് ഹാജരാക്കുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അടിമയെ ഹാജരാക്കിയിട്ട് അല്ലാഹു തആല ചോദിക്കണം, അല്ലയോ എൻ്റെ അടിമയെ, നീ നിന്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്ക്, നാം ഉത്തരം നൽകാമെന്ന് നിന്നോട് നാം പ്രവാചകന്മാർ വഴി പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട് എന്ന് അടിമ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നീ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അത് നാം ഉത്തരം നൽകാതെ ഇരുന്നിട്ടില്ല. അപ്പൊ ഒരു പ്രശ്നം, നമ്മളിവിടെ ഒരുപാട് ആവശ്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ന ദിവസം ഇന്ന വിഷമം മാറണമെന്ന് നീ പ്രാർത്ഥിച്ചില്ലേ? അതേ പ്രാർത്ഥിച്ച രക്ഷിതാവേ, അപ്പൊ തന്നെ ഞാൻ മാറ്റി തന്നില്ലേ? മാറ്റി തന്നു. അത് നിനക്ക് ദുനിയാവിലേക്ക് നാം ധൃതിപ്പെട്ടു, അതായത് ദുനിയാവിലേക്ക് നാം കണക്കാക്കി അവിടെ വെച്ച് തന്നു. മറ്റൊരു ദിവസം ഒരു വിഷമം മാറണം നീ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. ഒരു ഫലവും കണ്ടില്ലല്ലോ, വിഷമം നീ നല്ലോണം അനുഭവിച്ചില്ലേ? അത് നിനക്ക് ഉത്തമ ആഖിറത്തിലേക്കാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചു. ആഖിറത്തിലേക്ക് അതവിടെ ഉണ്ട്. ഇന്ന ദിവസം ഇന്ന ഒരു ഹാജത്ത്, ഇന്ന കാര്യം സാധിക്കണം എന്ന് നീ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു രക്ഷിതാവേ, അത് ഞാൻ ഉടനെ തന്നില്ലേ? തന്നു. അത് ദുനിയാവിൽ നിനക്ക് അനിവാര്യമാണ് എന്ന് നമ്മുടെ യുക്തി വിധിച്ചത് കൊണ്ട് നാം അത് നിനക്ക് തന്നു. ഇന്ന ആവശ്യം
സാധിച്ചു തരണേ എന്ന് നീയൊക്കെ പ്രാർത്ഥിച്ചില്ലേ? ഒരുപാട് പ്രാർത്ഥിച്ചല്ലോ, നീ പ്രാർത്ഥിച്ചു, അതിന് ഒരു ഉത്തരവും കിട്ടിയില്ല. അത് നിനക്ക് തരുന്നത് ശരിയല്ല, അത് നിനക്ക് ഉപയോഗമില്ല, അത് പ്രയോജനം ചെയ്യില്ല, ബുദ്ധിമുട്ടാവും, അത് നല്ലത് അതിന്റെ പ്രതിഫലം ആഖിറത്തിൽ തന്നെയാണ് എന്ന് യുക്തിജ്ഞനായി എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദുനിയാവിൽ സത്യവിശ്വാസിയായ ഏതെങ്കിലും ഒരു അടിമ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ അവൻ അവിടെ കൊടുക്കുകയോ അല്ലെങ്കിൽ ആഖിറത്തിൽ ഉത്തമമായ പ്രതിഫലത്തിന് മാറ്റിവെക്കുകയോ ചെയ്തുകൊണ്ടല്ലാതെ ഒരടിമയും ഒരു പ്രാർത്ഥനയും ഈ ദുനിയാവിൽ നടത്തിയിട്ടില്ല. സത്യവിശ്വാസി ഒരു പ്രാർത്ഥനയും നടത്തിയിട്ട് പടച്ചവനെ എനിക്ക് അത് തരണേന്ന് ഇങ്ങനെ പറഞ്ഞാലേ അത് തന്നില്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അടിമ പറയാണ്, അല്ലാഹുവേ, ദുനിയാവിൽ എന്റെ ഒരൊറ്റ പ്രാർത്ഥനയും സ്വീകരിച്ച് ഉത്തരം നൽകാതിരുന്നെങ്കിൽ എത്ര ഉത്തമമാകുമായിരുന്നു. രംഗം മാറുക. ഇവിടെ ഇങ്ങനെ തരണേ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് കിട്ടാതിരിക്കുമ്പോൾ നിരാശ ബാധിക്കുന്ന അതേ മനുഷ്യൻ നാളെ പറയാം, അവന്റെ മാനസികാവസ്ഥ പറയാം, അവനുള്ള മഹത്തായ പ്രതിഫലം അവിടെ കാണുമ്പോ അത് യഥാർത്ഥത്തിൽ അതെല്ലാം അല്ലാഹു തആല പരലോകത്തേക്ക് മാറ്റിവെച്ചിരുന്നത് ഭയങ്കര അനുഗ്രഹമാണ് എന്ന് തോന്നും. അപ്പോ ഇതും അനുഗ്രഹത്തിന്റെ വിഷമങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അനുഗ്രഹത്തിന്റെ മറ്റൊരു രൂപമാണ്. പ്രച്ഛന്ന വേഷത്തിൽ, ഡിസ്ഗൈസ്ഡ് ഫോമാണ് പ്രച്ഛന്ന വേഷത്തിലുള്ള. അതുകൊണ്ട് വിഷമം കൊണ്ട് ആരും വിഷമിക്കണ്ട, ദാരിദ്ര്യം കൊണ്ട് ആരും ബുദ്ധിമുട്ടണ്ട, പ്രയാസപ്പെടണ്ട. ദാരിദ്ര്യം വരുമ്പോൾ ക്ഷമിക്കും. നമുക്ക് മിനിമം എസൻഷ്യൽസ് അല്ലാഹു തആല, അതായത് അത്യാവശ്യം നിലനിൽക്കാനുള്ളത് അന്ന് തന്നോളൂ. ജീവൻ എടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങൂല. ജീവൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമുള്ളത് തന്നോളും. അപ്പൊ നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുത്താണ് നന്ദി കാണിക്കുന്നത്. നന്ദിയുടെ ഒരുപാട് രൂപങ്ങളുണ്ട്. മിനിമം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന നന്ദിയാണ്. പിന്നെ നമസ്കാരം നന്ദിയുടെ പ്രകടനമാണ്. അതുപോലെ തന്നെ വരാൻ പോകുന്ന റമദാനിൽ ഏറ്റവും നല്ല നന്ദി കാണിക്കാൻ പര്യാപ്തമായ റമദാൻ മാസം, പരിശുദ്ധ റമദാൻ, ഇതെല്ലാം പഠിപ്പിച്ചു തന്ന റമദാൻ മാസമാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. അവിടെയും ലഅല്ലക്കും തഷ്കുറൂൻ എന്നുള്ള തല പറയും, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ മാർഗദർശനം നൽകിയതിനുള്ള ഒരു നന്ദി രേഖപ്പെടുത്തലാണ്. അപ്പൊ നോമ്പ് പട്ടിണിയെടുക്കാനുള്ളതല്ല, വേറെ എന്തെങ്കിലും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കാനുള്ളതാണ്. മനസ്സ് ഓരോരുത്തരും അതിന് തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ആ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നമുക്ക് ഹിദായത്ത് നൽകിയതിന് ഇത് നന്ദി കാണിക്കുമ്പോൾ അതിന് വേറൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ഇത് പഠിച്ച് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യും. നോമ്പിൽ ലേശം വിഷമം ഉണ്ടാവും, ലേശം പ്രയാസം ഉണ്ടാവും. അപ്പൊ തന്നെ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ ഇങ്ങനെ ലേശം നേരം പട്ടിണിക്കിടുന്നതും നിങ്ങളെ വികാരങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലത്തിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ നൊമ്പരങ്ങളെല്ലാം മധുര നൊമ്പരങ്ങളായിരിക്കും. ദുനിയാവിലെ സത്യവിശ്വാസികളുടെ എല്ലാ നൊമ്പരങ്ങളും അവന് മധുര നൊമ്പരങ്ങളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പൊ നോമ്പ് എന്ന് പറയുമ്പോൾ ഡയബറ്റിക് കാരണമുണ്ടാകുന്ന, ഗ്യാസ് ട്രബിൾ കാരണമുണ്ട്, അതുപോലെ തന്നെ അൾസർ കാരണമുണ്ട്. അവരെല്ലാം വരുമ്പോൾ സ്വാഭാവികം അത്ര ആളുകൾ ബേജാറുണ്ടാവും. ബേജാറാവേണ്ടതില്ല. അതിനങ്ങ് തയ്യാറായാൽ എല്ലാം അത് മാറ്റി നിർത്തിത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനങ്ങ് റെഡിയായി കഴിഞ്ഞാൽ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല ഒരു സംഗതിയായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചത് സംഘടിതമായി ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം. നമസ്കാരം അതുകൊണ്ടല്ലേ സംഘടിതമായി ചെയ്യുന്നത്. അതുപോലെ തന്നെയല്ലേ നമ്മൾ ഓരോ സംഗതികളും സംഘടിതമായി, സക്കാത്ത് സംഘടിതമായി ചെയ്യുന്നത്. സംഘടിതമായി വേണ്ടെന്നൊക്കെ അഭിപ്രായമുള്ളത്. പക്ഷെ ഖുർആന്റെയും ഹദീസിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതിന്റെയും എതിരാണ് ആ വർത്തമാനം. സംഘടിതമായി നമ്മുടെ അടുത്ത് ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയത് മറ്റുള്ളവന് കൊടുത്തുകൊണ്ടാണ് നന്ദി കാണിക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള നന്ദി എന്നുള്ളത് ഇല്ലാത്തവന് നൽകിക്കൊണ്ടാണ് നന്ദി കാണിക്കേണ്ടത്. യതീമീങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യതീം എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ആ കാര്യത്തിൽ ചില ചില്ലറ കർക്കശമായ സമീപനം, അതായത് ഈ ശരീഅത്തിന്റെ സാങ്കേതിക പദത്തിൽ വാപ്പ മരിച്ചുപോയി സംരക്ഷണം ഇല്ലാത്ത പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് യതീം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന വാപ്പ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഫലത്തിൽ അവൻ യതീം തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാരെ നല്ലൊരു വിഭാഗം പറയുന്നത്. അപ്പൊ വാപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യതീം, അതായത് സംരക്ഷിക്കാൻ കഴിവില്ല, സംരക്ഷണം ചുമതല ഏറ്റെടുക്കാൻ ആളില്ലാത്തവനെയാണ് യതീം എന്ന് പറയുക. യതീമിനെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ടവരെ വെള്ളം കൊടുത്ത് വളർത്തണം എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ യതീമികളെ സംരക്ഷിക്കാതെ വിട്ടാൽ ഒരാളിന്റെ വാപ്പ മരിച്ചില്ല, വാപ്പ ജീവിച്ചിരുന്നു, യാതൊരു കഴിവില്ല കിടക്കുക, ഉമ്മ മരിച്ചും പോയി. അവിടെ എത്തിങ്ങാനെ ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രസിഡന്റ് പറയണേ, നിന്റെ വാപ്പ മരിച്ചിരുന്നെങ്കിൽ പരിഗണിക്കാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ എന്ത് തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. വാപ്പ മരിച്ചിരുന്നെങ്കിൽ പരിഗണിക്കാമായിരുന്നു, ഉമ്മ മരിച്ചാൽ പറ്റില്ല. അത് രണ്ടും യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരും നേതാക്കന്മാരും എത്തിങ്ങാനുകളൊക്കെ നടത്തുന്നവർ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇത്തരം ആളുകളെ ഒഴിവാക്കി വിട്ടാലുണ്ടാകുന്ന അപകടം ഭയങ്കരമാണ്.
ഈ യതീമീങ്ങളെ സംരക്ഷിക്കാതെ വിടുമ്പോ ജനം അവരോട് ചെയ്യുന്ന ക്രൂരതയോ അല്ലെങ്കിൽ അവരുടെ പീഡനമോ അല്ല അതിലെ തിന്മ മറ്റു ചിലതാണ്. ഏതെങ്കിലും യതീമിനെ സംരക്ഷിക്കാതെ പുറംവിട്ടാൽ അവൻ ക്രിമിനലാവും. അങ്ങനെ യതീമീങ്ങൾ ക്രിമിനൽ സംഘങ്ങളുണ്ടാവും. പിന്നെ ഈ പണക്കാരന് ഇവിടെ പണവുമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ക്രമസമാധാന നില തകർത്തു വഷളാക്കും. അതുകൊണ്ട് ഈ സമുദായത്തിലെ ഒരാളും സംരക്ഷിക്കപ്പെടാതെ പോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങളൊക്കെ പറഞ്ഞത്. അത് ആളുകളെ സംരക്ഷിക്കാൻ മാത്രമല്ല, സമൂഹത്തിന്റെ ഉത്തമമായ ജീവിതത്തിന് വേണ്ടിയും കൂടെയാണ്. അപ്പൊ അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിനോടുള്ള നന്ദി മാത്രമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നത്, ഉള്ളവന് അത് നമ്മൾ അല്ലാത്ത എല്ലാവർക്കും നന്ദി കാണിക്കാനുണ്ട്. ഒരാളിനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള കഴിവുണ്ടാവില്ലേ? വെള്ളം കാണുമ്പോൾ വെള്ളം എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് നന്ദിയാണ്. അൽഹംദുലില്ലാഹ് എന്ന് വെള്ളം കുടിച്ചതിന് ശേഷം മിനിമം പറയുന്നത് നന്ദിയാണ്. ബാത്റൂമിൽ പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും ഒക്കെ പറയുന്നത് നന്ദിയാണ്. കാരണം അതിനുള്ള കഴിവൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതുകൊണ്ട് നാം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, അതുപോലെ ഖുർആൻ ഓതല്, സദഖ കൊടുക്കല്, അങ്ങനെ ഒരു വഴിയിൽ നിന്നൊരു മുള്ളെടുത്തു മാറ്റുന്ന സത്യവിശ്വാസത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഒരു പ്രവൃത്തി പോലും അള്ളാഹുവിനോടുള്ള നന്ദിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കുന്നുണ്ട്, എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എത്രമാത്രം നന്ദി നമ്മൾ കാണിക്കുന്നുണ്ട്, മതിയാവുമോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കേണ്ടതാണ്. ഒരു കണക്കുണ്ട്. അതായത് പരലോകത്ത് ഹാജരാക്കിയപ്പോ ഒരാളിങ്ങനെ ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്തതായിട്ട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശരി, നിന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു 500 കൊല്ലത്തെ ഇബാദത്ത് കണക്കാക്കി കൊന്നത്. അപ്പൊ അവൻ 500 കൊല്ലം ജീവിച്ചിരുന്നുണ്ടാവില്ലല്ലോ. 1000 കൊല്ലം ജീവിച്ചിരുന്ന ഒരാളോടാണ് ആ ഹദീസ് പറഞ്ഞത്, ബനി ഇസ്രായേൽ കഥയിൽപ്പെട്ട. എന്തായാലും കണ്ണിന്റെ അല്ലാഹു തആല ഒരു ഈക്വൽ നന്ദി രേഖപ്പെടുത്തണം. കണ്ണിന് 500 കൊല്ലത്തെ ഇബാദത്ത്, വാക്ക് 15 കൊല്ലത്തെ അല്ല 1500 കൊല്ലത്തെ ഇബാദത്ത്. അതുപോലെ ഓരോന്നിനും അല്ലാഹു തആല ഒരു കണക്കങ്ങിട്ട് കഴിഞ്ഞാൽ ഈ ജീവിതം കൊണ്ട് കുറെ ജീവിതം കൊണ്ട് നന്ദി കാണിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ്, കിട്ടാതിരുന്നെങ്കിൽ എന്തെല്ലാം വിഷമമായിരുന്നു. ഒരു അപകടം സംഭവിക്കാൻ പോയി പെട്ടെന്ന് പറയും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, ഒരു മിനിമം ഒരു വാക്ക. ആ അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുന്ന വേദനയും നഷ്ടവും എത്രയാകുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തിനോടാണ് നന്ദി കാണിക്കുന്നത്? അളവറ്റ അനുഗ്രഹത്തോട് മിനിമം നന്ദിയാണ് മനുഷ്യനെ കാണിക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ ദുർബലനാണ്, അത്രമാത്രമേ അവന് നന്ദി കാണിക്കാൻ പറ്റുകയുള്ളൂ. അവന് രോഗം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, പ്രയാസം വരുമ്പോ ക്ഷമ പാലിച്ചുകൊണ്ട് അവൻ നന്ദി കാണിക്കണമെന്നുള്ളത്. ആരോഗ്യവും സന്തോഷവും സംതൃപ്തി വരുമ്പോ കൂടുതൽ സ്തുതി കീർത്തനങ്ങൾ നൽകിക്കൊണ്ട്, കൂടുതൽ ഇബാദത്ത് എടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് നൽകിക്കൊണ്ട്, ഈ സമൂഹത്തിന്റെ സംരക്ഷണം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്നുള്ളതാണ്. ഇതിന് ഒരുപാട് വിശാലമായ തലങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് വായിച്ച് കുത്തുബയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ, പൂർണ്ണമായി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമാവില്ല. ചില സൂചനകൾ നൽകാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്ക് ഏറ്റവും നല്ല ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും മാർഗദർശനത്തിനായി തിരഞ്ഞെടുത്ത പരിശുദ്ധ റമദാൻ. അതിന് നന്ദി കാണിക്കാം. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് പ്രതിഫലം, 7 മുതൽ 70,000, 10 മുതൽ 70,000 വരെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്. ഏറ്റവും മഹത്തായ ഒരു മാസം, മനുഷ്യ മനസ്സിന് വളരെ കുളിർമ നൽകുന്ന ഒരു റഹ്മത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ആശ്വാസത്തിന്റെ, പ്രതീക്ഷയുടെ, സ്വർഗപ്രവേശനത്തിന്റെ, നരക വിമുക്തിയുടെ ഒക്കെ മാസമാണ്. എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു മാസം, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം കിട്ടാനുള്ള ഒരു മാസം, എല്ലാ ആശകളും പ്രതീക്ഷകളും സഫലീകരിക്കാൻ രക്ഷിതാവിനോട് ആത്മാർത്ഥമായ രാപ്പകലുകളിൽ പ്രാർത്ഥിക്കാൻ പര്യാപ്തമായ ഒരു മാസം ഇതാ നമ്മളെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി, മഹാപ്രതീക്ഷയോടുകൂടിയാണ് ഓരോ സത്യവിശ്വാസിയും അതിനെ കാത്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കൂടുതൽ ആരെങ്കിലും മാനസികമായി അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ആകെ ഒരാഴ്ച ബാക്കിയുള്ളൂ, ഉടനെ തന്നെ അതിന് തയ്യാറാവുക. അങ്ങനെ ഏറ്റവും മഹത്തായ പ്രതീക്ഷയുമായി ആ റമളാനെ വരവേൽക്കാനും അള്ളാഹുമായി ഏറ്റവും അടുത്ത് നിന്ന് പരലോകത്തിലെ പൂർണ്ണമായ വിജയം കരഗതമാക്കാനും പര്യാപ്തമായ സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ അർളാ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയും ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും നീ മാപ്പാക്കി. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസം നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റിത്തരണേ
തരണേ തമ്പുരാനെ. രോഗികളായി കിടക്കുന്ന ആളുകളുടെ രോഗങ്ങൾ നീ പെട്ടെന്ന് ശരിയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ തമ്പുരാനെ. അല്ലാഹു മഹാപ്രതീക്ഷയോടുള്ള റമളാനെ വരവേൽക്കാനും ഭംഗിയായ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റമളാന്റെ ദിനരാത്രങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള ആഫിയത്ത് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിൽ നിനക്ക് തൃപ്തിപ്പെട്ട വിധം ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ കൽപ്പിച്ചത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ കിട്ടിയതിൽ നിന്ന് അതിന്റെ തോതനുസരിച്ച് മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റമളാന്റെ മുഴുവൻ ബർക്കത്ത് നീ ഞങ്ങൾക്ക് കിട്ടുമാറ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവെ അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും സമാധാനമുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് ശാന്തമായി ഖബറിൽ കഴിഞ്ഞ് ശാന്തമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. ശഅബാന്റെ അവസാനത്തെ നാളുകളിൽ ഈ ഖുതുബയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടച്ചവനെ നീ ഉത്തരം വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. വിഷമങ്ങളെല്ലാം ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. പ്രയാസങ്ങളെല്ലാം ഇല്ലാതാക്കി തരണേ തമ്പുരാനെ. പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.